മഹാത്മാഗാന്ധിയെ വെടിവെച്ചു കൊന്ന നാഥുറാം വിനായക് ഗോഡ്സെ അവന് ഹീറോയാക്കിക്കൊണ്ട് നടക്കുന്ന പിന്നെ ഇന്ത്യയുടെ ആദ്യത്തെ പ്രധാനമന്ത്രിയായിരുന്ന ജവഹർലാൽ നെഹ്റുവിനെ ആക്ഷേപിക്കുന്ന ഈ ചെറ്റകളാണ് സംഘപരിവാർ ശക്തികൾ. അപ്പോൾ അവർ സക്കീർ നായിക്കിനെ പറ്റി എന്തെങ്കിലും പറഞ്ഞാൽ പിന്നെ അത് വലിയ കാര്യമൊന്നുമല്ല. മഹാത്മാഗാന്ധി എന്ന് പറയുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപിതാവാണ്. ജവഹർലാൽ നെഹ്റു എന്ന് പറയുന്നത് ഇന്ത്യയെ എങ്ങനെ കെട്ടിപ്പടുത്ത് ഏത് രീതിയിലാണ് ഇന്ത്യയെ കെട്ടിപ്പടുത്തത്, ഇന്ത്യ ഒരു രാജ്യമാക്കി എടുത്തത്, സ്വാതന്ത്ര്യ സമരത്തിന് വേണ്ടി പടപൊരുത്തിയത്. അതൊന്നും ഈ സംഘിയൊക്കെ ചെരുപ്പ് നക്കിയൊക്കെ അറിഞ്ഞൂടല്ലോ. ഇംഗ്ലീഷുകാരുടെ ചെരുപ്പ് നക്കിയാണെന്ന ഈ സംഘപരിവാർ ശക്തികൾക്ക് എന്തറിയാം? അപ്പോൾ നെഹ്റുവിനെയും ഗാന്ധിയെയും മഹാത്മാഗാന്ധിയെയും നമ്മുടെ ഇന്ദിരാഗാന്ധിയെയും ഒക്കെ ആക്ഷേപിക്കുന്ന ഈ സംഘി ചാനല് തത്വമസി ആയിരുന്നാലും ജനം ടി വി ആയിരുന്നാലും യവനെല്ലാം ഇനിയിപ്പോൾ സക്കീർ നായിക്കിനെ പറ്റി പറയുന്നത് വലിയ അതിശയമൊന്നുമല്ല. അത് നമ്മൾ ആദ്യം മനസ്സിലാക്കിയിരിക്കണം. സുഹൃത്തുക്കളെ, സഹോദരങ്ങളെ, ഞാൻ ഇന്നൊരു വീഡിയോ കാണാനിടയായി. അപ്പോൾ വീഡിയോ ചാനലാണ് തത്വമസി. അവനൊരു കുറിയൊക്കെ അടിച്ച് പല്ലിൽ ഒക്കെ കറ പിടിച്ചിരിക്കുന്നുണ്ട്. അവൻ മുറുക്കിയിട്ടുണ്ടാന്ന് അറിഞ്ഞൂടാ, മുറുക്കി ചോപ്പിച്ച് വന്നതാണോ എന്ന് അറിഞ്ഞൂടാ. എന്തായാലും ശരി, അവൻ പറയാണ് സക്കീർ നായിക്കിന് എയ്ഡ്സ് ആണ്. സക്കീർ നായിക്കിന് എയ്ഡ്സ് ആണ്. സക്കീർ നായിക്ക് ഇപ്പോൾ താമസിക്കുന്നത് മലേഷ്യയിലാണ്. എന്തുകൊണ്ടാണെന്ന് എല്ലാ ജനങ്ങൾക്കും അറിയാം. ഇന്ത്യ ഭരിക്കുന്നത് സംഘപരിവാർ ശക്തികളാണ്. സംഘപരിവാർ ശക്തികൾ ആരാണ്? അതായത് മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യണമെന്നും ക്രിസ്ത്യാനികളെ ഇല്ലായ്മ ചെയ്യണമെന്നും ഇന്ത്യയിലെ കമ്മ്യൂണിസ്റ്റുകാരെ ഇല്ലായ്മ ചെയ്യണമെന്നും വിശ്വസിക്കുന്ന സംഘപരിവാർ ശക്തികളാണ് ഇന്ത്യ ഭരിക്കുന്നത്. അതിൻ്റെ തലതൊട്ടപ്പനാണ് മോഡി. മോഡി എന്ന് പറയുന്ന വിശ്വഗുരുവാണ്. വിശ്വഗുരുവിന് പിതൃ സ്വത്തായിട്ട് കിട്ടിയതാണ് ഇന്ത്യ മഹാരാജ്യം എന്ന് പറയുന്നത്. എന്തായാലും ശരി, അവർ ഭരിക്കുന്ന കാലത്തോളം ഒരു മുസ്ലിം, യഥാർത്ഥ മുസ്ലിമിന് ഇന്ത്യയിൽ ജീവിക്കാൻ ബുദ്ധിമുട്ടാണ്. എന്തെങ്കിലും തുറന്ന അഭിപ്രായം പറയാൻ ഒക്കില്ല. അപ്പൊ സക്കീർ നായിക്ക് ചെയ്യുന്നത് എന്താണ്? തത്വമസിയോടും അല്ലെങ്കിൽ ജനം ടി വിയോടും അല്ലെങ്കിൽ മലനാടിനോടും ഒക്കെ, അതായത് നിങ്ങൾ കുറെ സംഘി ചാനലുകൾ, ക്രിസംഘി ചാനലുകൾ വിചാരിച്ച് ഈ മുസ്ലിങ്ങളെ ഇല്ലായ്മ ചെയ്യാൻ ഒക്കില്ല. നിങ്ങൾക്ക് വിവരമില്ലാത്ത, ബുദ്ധിയില്ലാത്ത തെമ്മാടികളാണ് നീയൊക്കെ. ഒരു വിവരവും ഇല്ല നിനക്ക്. നീ ഈ തത്വമസി എന്ന് പറയുന്ന ചാനലിൽ വന്നിരുന്നിട്ട് സാക്കിർ നായിക്ക് അദ്ദേഹം വിദ്വേഷ പ്രചാരണം, എന്ത് വിദ്വേഷ പ്രചാരണമാണ് നടത്തുന്നത്? ഏതെങ്കിലും ഒരു വാക്ക് സാക്കിർ നായിക്ക് വിദ്വേഷമായിട്ട് ഏതെങ്കിലും ഒരു ജാതി ആക്ഷേപിച്ചായിട്ട് നിനക്ക് പറയാൻ നോക്കൂ? നിനക്ക് തന്തയ്ക്ക് പറഞ്ഞവനാണെങ്കിൽ നിന്റെ പണ്ഡിതന്മാരെ നീ വിളിച്ചോണ്ട് പോകും. ഏത് സമുദായത്തില്, ക്രിസ്ത്യൻ ആയിരുന്നാലും മുസ്ലിം ആയിരുന്നാലും ബുദ്ധമതത്തിന്റെ ആയിരുന്നാലും ഏത് മതത്തിന്റെ പണ്ഡിതന്മാരെ വിളിച്ചോണ്ട് വന്നു ആ മനുഷ്യനുമായിട്ട് നീ ഒന്ന് വാക്പയച്ച് നടത്തും. പാണ്ഡിത്യം, വിവരം എന്ന് പറഞ്ഞാൽ നിനക്കൊന്നും വിവരമില്ല. സംഘികൾ എന്ന് പറയുന്നത് ഈ പശുവിന്റെ ചാണകം തിന്നും മൂത്രം തിന്നും. നിനക്ക് ബുദ്ധി നശിച്ചു പോയി. അതായത് ഈ അമിത്ഷായ അല്ലെങ്കിൽ മോഡിയ പറഞ്ഞാൽ നീയൊക്കെ ചാണകം തിന്നും, മനുഷ്യന്റെ തീട്ടവും തിന്നും. അപ്പൊ നിനക്കൊന്നും യാതൊരു വിവരവും ബുദ്ധിയും ഇല്ലാത്തവന്മാരാണ്. സക്കീർ നായിക്കുമായിട്ട് സംസാരിച്ച് ജയിക്കാൻ നിനക്ക് കഴിവുണ്ടോ? അയാള് ഈ വിദ്വേഷ പ്രചാരണം നടത്തുന്നതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. ഞാൻ ഒരുപാട് വീഡിയോ കണ്ടിട്ടുണ്ട് സക്കീർ നായിക്കിന്റെ. ഇന്ന് വരെ ഒരു വിദ്വേഷ പ്രചാരണം നടത്താറില്ല. പലരും വന്ന്, ഹിന്ദുക്കളാവട്ടെ, ക്രിസ്ത്യാനികളാവട്ടെ, യഹൂദന്മാരാവട്ടെ, അല്ലെങ്കിൽ ബുദ്ധമത അനുയായികളാവട്ടെ, അവർ വന്ന് ഓരോ ചോദ്യം ചോദിക്കും. അതിന് കറക്റ്റിന് മറുപടി കൊടുക്കും. ഏതെല്ലാം മഹാഭാരതത്തിലെ ആയിരുന്നാലും ശരി, രാമായണത്തിലെ ആയിരുന്നാലും ശരി, ഭഗവത്ഗീതയായിരുന്നാലും ശരി, ബൈബിളായിരുന്നാലും ശരി, ഇവരുടെ യഹൂദന്മാരെ തോറയായിരുന്നാലും ശരി, ബുദ്ധമതക്കാരുടെ വിശുദ്ധ ഗ്രന്ഥമായിരുന്നാലും ശരി, സിഖുകാരുടെ വിശുദ്ധ ഗ്രന്ഥമായാലും ശരി, അതിനെപ്പറ്റിയൊക്കെ നല്ല ആഴത്തിൽ വിവരമുള്ള അറിവുള്ള മനുഷ്യനാണ്. സക്കീർ നായിക്കുമായിട്ട് ഏറ്റുമുട്ടാൻ കഴിവില്ലാത്ത നിന്നെ പോലെയുള്ള പമ്പര വിഡ്ഢികൾ വന്നിരുന്ന് സക്കീർ നായിക്കിന് എയ്ഡ്സ് എന്ന് പറഞ്ഞാൽ നിന്റെ തന്തയ്ക്കാണ് എയ്ഡ്സ്. നിന്റെ തന്തയ്ക്കും നിന്റെ തള്ളയ്ക്കും എന്താണ് പരിപാടി നിനക്കറിഞ്ഞുണ്ടല്ലോ. അവർക്ക് എയ്ഡ്സ് പിടിച്ച്, നിനക്കറിയാമോ? അത് നിനക്കും എയ്ഡ്സ് ആണ്. അപ്പോൾ നിന്റെ തന്തയ്ക്ക്, അവന്റെ തന്തയ്ക്ക് എല്ലാം എയ്ഡ്സ് ആണ്. സംഘപരിവാറുകാർക്ക് എല്ലാം എയ്ഡ്സ് ആണ്. കാരണം നിനക്കെല്ലാം എയ്ഡ്സ് പിടിച്ച് നീയൊക്കെ പുഴുത്ത് ചത്താൽ മാത്രമേ സാക്കിർ നായിക്കിന് എയ്ഡ്സ് വരുള്ളൂ.
അത് നീ മനസ്സിലാക്കാത്തത്. അപ്പൊ നീ വന്നിരുന്ന് പമ്പര വെട്ടിത്തരം വന്നിരുന്ന ചാനലില്, ഒരു ചാനലിൽ നിനക്ക് സംസാരിക്കാൻ സൗകര്യം കിട്ടി, അല്ലെങ്കിൽ അതിൽ നീ വർക്ക് ചെയ്യുന്ന പറഞ്ഞ് എന്ത് തെണ്ടിത്തരം ചെറ്റത്തരം പറയാം. എടാ നീയൊക്കെ ആദ്യം പോയി ജേർണലിസം പഠിക്കടാ. വിവരമില്ലാത്ത പമ്പര വിഡ്ഢിയാണ് നീ. നിനക്ക് യാതൊരു വിവരമില്ല. മനുഷ്യന്മാര് സംസാരിച്ച് ജയിക്കണം. നിനക്ക് അതായത് അറിവ് വേണം, മനുഷ്യന് പാണ്ഡിത്യം വേണം, വിവരം വേണം. ഇംഗ്ലീഷ് സംസാരിക്കുന്നുണ്ട് പിന്നെ സാക്കിർ നായിക്കിന് ഭയങ്കര വിലയും നിലയാണ്, സ്ത്രീകളുമായിട്ട് അടുത്ത ഇടപെട്ടിട്ടാണ് പിന്നെ എയ്ഡ്സ് ഉണ്ടായെന്ന്. എടാ പിന്നെ ഈ ലോകത്ത് എന്തെല്ലാം തരത്തില് പിന്നെ പ്രതിരോധ പ്രവർത്തനങ്ങളും ബാക്കിയുള്ളതെല്ലാം ഉണ്ട്. ഇപ്പൊ പിന്നെ ശാരീരികമായി ബന്ധത്തിൽ ഏർപ്പെടാൻ ആ മനുഷ്യൻ അന്യ സ്ത്രീകളുമായിട്ട് ശാരീരിക ബന്ധത്തിലോ പിന്നെ മറ്റത് ഏർപ്പെട്ടു എന്ന് നിനക്ക് തെളിയിക്കാൻ കഴിഞ്ഞാൽ, എടാ നീ ഇത്രയും വൃത്തികെട്ട നിന്റെ തള്ളെ നീ ആദ്യം നീ പിന്നെ ബഹുമാനിക്കാൻ പഠിക്കുക. നിന്റെ തന്തയെ നീ ബഹുമാനിക്കാൻ പഠിക്കുക. എന്നിട്ട് നീ നാട്ടുകാരെ ഇറങ്ങി സംസാരിക്കും. നിന്റെ തള്ളയ്ക്കും തന്തയ്ക്കും എയ്ഡ്സ് ആണ്. ഞാൻ പറയാണ് എയ്ഡ്സ് ആണെന്ന്. നിനക്കത് ഇല്ലാന്ന് പറയാൻ നോക്കൂ. നിനക്കും എയ്ഡ്സ് ആണ്, നിന്റെ അപ്പൂപ്പനും എയ്ഡ്സ് ആയിരുന്നു, നിന്റെ കുടുംബം മൊത്തം എയ്ഡ്സ് ആണ്. കാരണം നീയൊക്കെ ഏത് ചെറ്റത്തരവും കാണിക്കും പൈസ കിട്ടാൻ വേണ്ടി. എന്ത് ചെറ്റത്തരവും നീയൊക്കെ ആ പെണ്ണുങ്ങളെ കൂട്ടിക്കൊടുക്കും, നിന്റെ ഭാര്യയെ കൂട്ടിക്കൊടുക്കും, നിന്റെ മക്കളെ കൂട്ടിക്കൊടുക്കും, നിന്റെ സഹോദരങ്ങളെ കൂട്ടിക്കൊടുക്കും, നിന്റെ അമ്മയെ വേണമെങ്കിൽ നീ കൂട്ടിക്കൊടുക്കും. അത്ര വൃത്തികെട്ടവനാണ് നീ. അപ്പൊ സക്കീർ നായിക്കിന് എയ്ഡ്സ് വരുന്നത് കാത്ത് നീ അവിടെ കടപ്പുറത്ത് പോയിരുന്നോ? കടലില് തിര എണ്ണിക്കേണ്ടിരുന്നോ? അപ്പൊ നമുക്ക് കാണാം. വിവരക്കേട് പറയുന്നതിന് ഒരു മര്യാദയുണ്ടാ. അന്തസ്സായിട്ട് സംസാരിച്ച് അദ്ദേഹത്തിന്റെ വിവരം പാണ്ഡിത്യം എന്താണെന്ന് നീ മനസ്സിലാക്ക്. അപ്പൊ പാണ്ഡിത്യം മനസ്സിലാക്കാനാ അതിനെ എതിർത്ത് തോൽപ്പിക്കാനാ കഴിവില്ലാത്തവന്മാർ വന്നിരുന്ന് ഇങ്ങനെ തെണ്ടിത്തരം പറഞ്ഞ ഈ ഇവിടെയുള്ള ജനങ്ങൾക്ക് ബുദ്ധിയില്ലാത്തവരാണ്. ഈ ഇന്ത്യയിലുള്ള അല്ലെങ്കിൽ ബാക്കി ലോകത്തുള്ള മലയാളികളായിരുന്നാലും ശരി, ബാക്കിയുള്ള ആൾക്കാരൊന്ന് ബുദ്ധിയില്ലാത്തവന്മാരാ നിന്നെപ്പോലെ ചാണാൻ തിന്നികളാ. അപ്പൊ നീ അത് മനസ്സിലാക്കാത്തത്. നീ മനസ്സിലാക്കി വരാൻ കുറെ സമയം പിടിക്കും. കാരണം നീ എന്ന് ചാണാൻ തീറ്റി തിന്നോ, എന്ന് നിർത്തുമോ? അല്ലെങ്കിൽ എന്ന് നീ ഈ പശുവിന്റെയും പിന്നെ മനുഷ്യന്റെയും മൂത്രം കൂടി എന്ന് നിർത്തും? നിനക്ക് വേണമെങ്കിൽ കുറച്ച് മൂത്രം മോഡിയുടെ അടുത്ത് പറ, കുറെ തീട്ടും കൂടെ തരാൻ പറ, നിനക്ക് തിന്നും. നീ തിന്നും. കാരണം മോഡി എന്ന് പറയുന്ന ദൈവമാണ്, വിശ്വഗുരുവാണ് നിനക്ക്. ഞങ്ങൾക്ക് അതൊന്നും അല്ല. അപ്പൊ നീ അത് മനസ്സിലാക്കുക. അതുകൊണ്ട് നീ കടപ്പുറത്ത് ചെന്ന് കാത്തിരിക്കണം. പിന്നെ എയ്ഡ്സ് പിന്നെ സാക്കിർ നായിക്കിന് വരുന്നത് കാത്ത്. ഓക്കെ, നിന്നെ നമുക്ക് പിന്നെ കാണാം. ഇനി വേറെ എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പറഞ്ഞോ. ഓക്കെ, നന്ദി, നമസ്കാരം.